മനസ്സിന് ശക്തിയുള്ള, മെൻ്റലി സ്ട്രോങ് ആയൊരു വ്യക്തിയായി മാറാൻ എന്തെല്ലാം ആറ്റിറ്റ്യൂഡുകളും എന്തെല്ലാം ഹാബിറ്റുകളും നാം ഫോളോ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട 8 പോയിൻ്റുകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മെൻ്റലി സ്ട്രോങ് ആയ ഒരു വ്യക്തിയായി മാറാൻ സാധിക്കും. ഒന്നാമത്തത്, നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ തനിച്ചാണ് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. അതായത് നമ്മൾ ഒരിക്കലും ആരുടെയും സഹായമില്ലാതെയും എങ്ങനെ ജീവിക്കാം എന്ന് പഠിച്ചവരായിരിക്കണം. നമ്മളെ ആരെങ്കിലും സഹായിക്കുമെന്നോ നമ്മളെ ആരെങ്കിലും താങ്ങി നിർത്തുമെന്നോ നമുക്കൊരു സപ്പോർട്ട് വരുമെന്നോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുക. മനസ്സിന് വീണ്ടും വീണ്ടും ഈ കാര്യം പറഞ്ഞു പഠിപ്പിക്കുക. ഞാൻ തനിച്ചാണ് ജനിച്ചത്, ഞാൻ തനിച്ചാണ് മരിക്കുക, ജീവിതത്തിലും ഞാൻ തനിച്ച് തന്നെയാണ്, എൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ തനിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. എൻ്റെ ജീവിതത്തിലേക്ക് വേറെ ആരെങ്കിലും സഹായവുമായി വരികയാണെങ്കിൽ ഓക്കെ, അത് ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ ഞാൻ തനിച്ചാണ് ജീവിച്ചതും ഞാൻ തനിച്ചാണ് മരിക്കുന്നതും, ജീവിതം ഞാൻ തനിച്ചാണ് നേരിടേണ്ടതും. ഈ ഒരു കാര്യം നാം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക. ജീവിതത്തിൽ എനിക്ക് വേണ്ടി, എന്നെ സഹായിക്കാൻ വേണ്ടി, എന്നെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ആരും തന്നെ ഈ ലോകത്ത് ജനിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇതൊരു സത്യമാണ്. ഇത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിജയിച്ചവരുടെ ജീവിതമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർ ആദ്യം ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പലരും വന്നു ചേരും. നമ്മൾ ആദ്യം ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇമോഷണലി, മെൻ്റലി സ്ട്രോങ് ആവാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ എപ്പോഴും ഞാൻ തനിച്ചാണ് എല്ലാത്തിനും നേരിടേണ്ടത് എന്ന ഉറച്ചൊരു മനസ്സ് നമുക്ക് വേണം. രണ്ടാമത്തെ കാര്യം, ഇമോഷണലി സ്ട്രോങ് ആയി മാറണമെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സമയം വേസ്റ്റാക്കി കളയരുത്. നമ്മൾ ഉണർന്ന നിമിഷം മുതൽ നമ്മൾ ഉറങ്ങുന്ന നിമിഷം വരെ നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ പ്രോഗ്രസ്സിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ സമയത്തെ കളയുന്ന, സമയം കൊല്ലികളായ ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവരോട് ഒരു കാരണവശാലും സമയം ചെലവഴിക്കുവാൻ വേണ്ടി നിങ്ങൾ നിന്നു കൊടുക്കരുത്. അവരിൽ നിന്നും മാറിപ്പോവേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമയത്തെ വേസ്റ്റാക്കി കൊണ്ടിരിക്കരുത്. വെറുതെ ആവശ്യമില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും ഇടപെട്ട് സമയം കളയരുത്. സോഷ്യൽ മീഡിയ സ്ക്രോളിങ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഫോണിൽ സമയം ചെലവാക്കിക്കൊണ്ടിരിക്കരുത്. ആളുകളോടൊപ്പം വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കരുത്. നിങ്ങൾ ഉണർന്ന നിമിഷം മുതൽ ഉറങ്ങുന്ന നിമിഷം വരെയും നിങ്ങളുടെ പ്രോഗ്രസ്സിന് ആയി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും, ജീവിതം ഇങ്ങനെയൊക്കെയാണോ, ആസ്വദിക്കല്ലേ വേണ്ടത്, എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത്, കഷ്ടപ്പെടുന്നത് എന്നൊക്കെ തോന്നിയേക്കാം. എന്നാൽ നിങ്ങൾ ഈ നിമിഷം മുതൽ വരുന്ന 5 വർഷത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സമയം നഷ്ടപ്പെടുന്നതിൽ നിന്നൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തിയിട്ട് നിങ്ങളൊന്ന് ജീവിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്കൊരു റിലാക്സ് ഉണ്ടാവും. എന്നാൽ ഇങ്ങനെ ജീവിക്കേണ്ട സമയത്ത് നിങ്ങൾ ഇങ്ങനെ ജീവിക്കാതെ സമയം വേസ്റ്റാക്കി കളയുകയാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവനും ഒരു പാഷനില്ലാത്ത എന്തോ ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സെറ്റ് ചെയ്യുവാൻ വേണ്ടി ഒരു 5 വർഷത്തെ പ്രോഗ്രാം തയ്യാറാക്കി വെക്കുക. 5 വർഷത്തേക്ക് ഞാനത് ചെയ്യണം,
ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സമയം ഒന്നിലേക്കും വേസ്റ്റാക്കി കളയാതിരിക്കുക. കേവലം പരിശ്രമിക്കുക, വളരുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക, നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കുക, നല്ല വ്യക്തിത്വം ഉണ്ടാക്കുക. ഇതിനു വേണ്ടി മാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഒരു ഹാബിറ്റാണ്. അത് രാവിലെ ഉണരുവാൻ ശ്രമിക്കുക. രാവിലെ 4 മണിക്കോ 5 മണിക്കൊക്കെ ഉണരുവാൻ ശ്രമിക്കുക. രാവിലെ 4 മണിക്ക് 5 മണിക്കൊക്കെ ഉണരുന്നത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. രാവിലെ നേരത്തെ എണീക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മെൻറ്റാലിറ്റി എന്താണ്? ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉണർന്നിരിക്കുന്നു എന്നൊരു ഒരു മെൻറ്റാലിറ്റി. സൂര്യൻ ഉദിക്കുന്നതോടെയാണല്ലോ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന ഒരു മനോഭാവം എൻ്റെ ഉള്ളിലേക്ക് കയറിക്കൂടുമ്പോൾ വലിയ ഊർജവും ആവേശവും ലഭിക്കുന്നു. സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് നമ്മൾ ഉണരുന്നതെങ്കിൽ ഉണരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു മനോഭാവമുണ്ട്, നമ്മൾ ലേറ്റായി പോയി, ഇന്നാകെ വൈകിപ്പോയി. നമ്മൾ ലേറ്റാണ് എന്ന ആദ്യത്തെ ആ മനോഭാവം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ലേറ്റാവാൻ, വൈകിപ്പോവാൻ കാരണമാകും എന്നാണ്. അതുകൊണ്ട് പ്രകൃതി ഉണരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉണരുക. എന്നിട്ട് നമ്മൾ നേരത്തെയാണ്, നമ്മളെല്ലാത്തിലും കുറച്ച് മുമ്പേ പോകുന്ന വ്യക്തിയാണ് എന്നുള്ള മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആക്കി മാറ്റുന്നതിനും കാര്യങ്ങൾ വേഗത്തിൽ അച്ചീവ് ചെയ്യുന്നതിനുമുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കും. നാലാമത്തെ കാര്യം, ട്രെയിൻ യുവർ മൈൻഡ് ടു ബിക്കം കാം. നിങ്ങളുടെ മനസ്സിനെ കൂളാക്കുവാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തിരക്കുകളുണ്ടായിരിക്കും, പലതരത്തിലുള്ള മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ മനസ്സിനെ കൂളാക്കുവാൻ എന്തെങ്കിലും പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. രാവിലെയോ വൈകുന്നേരമോ കുറച്ച് വാക്കിംഗ് ആവാം, ഏതെങ്കിലും ജലാശയത്തിൽ സ്വിമ്മിങ് ചെയ്യുന്നതാവാം, കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുന്നതാവാം, എന്തെങ്കിലും മനസ്സിന് സമാധാനം കിട്ടുന്നത് കേട്ടുകൊണ്ടാവാം, എന്തെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാവാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിലീജിയൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നതാവാം, എന്തെങ്കിലും ആവാം. എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി, കൂളാവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ബി വിത്ത് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കുന്നൊരവസ്ഥ. നിങ്ങൾ ആരും ഇൻട്രാക്റ്റ് ചെയ്യാതെ ഫോണൊക്കെ സൈലൻ്റ് ആക്കി വെച്ച് നിങ്ങൾ നിങ്ങളോടൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സമയം ചെലവഴിക്കൂ. ഇത് നിങ്ങൾക്കൊരു സ്ട്രോങ് പേഴ്സണാലിറ്റിയെ സംഭാവന ചെയ്യുന്ന പ്രധാനപ്പെട്ട ശീലമാണ്. നിങ്ങൾ നിങ്ങളോടൊപ്പം മാത്രമായിരിക്കുന്നൊരവസ്ഥ, വയലൻ്റ് ആയിരിക്കുന്നൊരവസ്ഥ, ഇത് നിങ്ങളെ ഇമോഷണലി ബൂസ്റ്റ് ചെയ്യും. നിങ്ങളൊരു ഗ്ലാസ് വെള്ളമെടുത്ത് ഫ്രീസറിനകത്ത് വെച്ച് അതിലൊരു സ്പൂണിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്ട്രോങ് ഐസായിട്ട് മാറില്ല. നിങ്ങൾ ആ വെള്ളത്തെ അനക്കാതെ വെച്ച് കുറച്ചു നേരം മാറി നിൽക്കുമ്പോഴാണ് അത് സ്ട്രോങ് ഐസായിട്ട് മാറുന്നത്. എന്നതുപോലെ എല്ലാ സമയവും മനസ്സിന് വർക്ക് കൊടുത്തുകൊണ്ട് ക്ഷീണിപ്പിച്ച് ആകെ ടെൻഷനാക്കാതെ സമയം ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് മനസ്സിനൊന്ന് ഫ്രീഡം കൊടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യുക. അത് കാരണത്താൽ നിങ്ങളുടെ മനസ്സിനെ കൂളാക്കി വെക്കാനുള്ള പ്രാക്ടീസ് എല്ലാ ദിവസവും ചെയ്യണം. ഇത് നിങ്ങളുടെ സ്ട്രോങ് പേഴ്സണാലിറ്റി ഉണ്ടാക്കുവാനുള്ള പ്രധാനപ്പെട്ട പരിശീലനമാണ്. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി അനുസരിച്ച് നിങ്ങൾ നിങ്ങളെ മോൾഡ് ചെയ്യാൻ പഠിക്കുക. അതായത് നിങ്ങൾ കുറച്ച് ഫ്ലെക്സിബിൾ ആവാൻ പഠിക്കുക. ജീവിതത്തിൽ ചില ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾ പിടിവാശിക്കാരായി മാറരുത്. ഇത് ഇങ്ങനെ തന്നെ നടക്കണം എന്നൊന്നും വാശി പിടിക്കാതിരിക്കുക. എങ്ങനെയാണോ നടക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ആവാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. ഫ്ലെക്സിബിൾ ആവാൻ ആർക്കാണ് കഴിയാത്തത്? അവരുടെ ജീവിതമാണ് കൂടുതൽ തകർന്നു പോകുന്നത്. നിങ്ങൾ 2 തരത്തിലുള്ള ഇരുമ്പ് കമ്പികൾ കണ്ടിട്ടുണ്ടാവും. അതിലൊരു തരം ഇരുമ്പ് കമ്പി നിങ്ങൾ വളച്ചു കഴിഞ്ഞാൽ പൊട്ടുക മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റു തരം ഇരുമ്പ് കമ്പികളുണ്ട്, അത് വളച്ചു കഴിഞ്ഞാൽ പൊട്ടുകയല്ല ചെയ്യുന്നത്, വളയുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സ്. നിങ്ങൾക്ക് എത്രയധികം വളയുവാനുള്ള കഴിവുണ്ടോ, എത്രയധികം വളയാൻ കഴിയോ, അതായത് മനസ്സിന് വഴക്കമുണ്ടോ,
ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചയെ നേരിടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ മാറുവാൻ തയ്യാറല്ലാത്തൊരു മനസ്സുമായി നടക്കുകയാണെങ്കിൽ ഈ ലോകം നിങ്ങളെ ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റിക്കളയും. അതായത് നിങ്ങളുടെ ജീവിതം തകർച്ചയിലേക്ക് പോകും. അതുകൊണ്ട് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറുവാനുള്ള കഴിവിനെ നമ്മൾ വർദ്ധിപ്പിക്കുക. ഇത് 1-2 തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് സംഘർഷമൊക്കെ സഹിച്ചിട്ടാണെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് മാറാനുള്ളൊരു കഴിവ് നമ്മൾ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എളുപ്പമായിരിക്കും. എങ്ങനെയാണ് വേനൽക്കാലം വരുമ്പോഴും മഴക്കാലം വരുമ്പോഴും നമ്മൾ മഴക്കാലത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലല്ലോ. നമ്മൾ കുടയെടുത്ത് നടക്കുക എന്നൊരു മാറ്റം കൊണ്ടുവരുന്നു. തണുപ്പ് കാലം വരുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചുള്ളൊരു മാറ്റം നമ്മളിൽ കൊണ്ടുവരുന്നു. വീണ്ടും വേനൽക്കാലം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റം നമ്മളിൽ കൊണ്ടുവരുന്നു. സീസൺ മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളിലൊരു മാറ്റം കൊണ്ടുവരുന്നില്ലേ? ഇതുപോലെ ജീവിതത്തിൽ പല സീസണുകളും വരും. ദുഃഖത്തിൻ്റെ സീസൺ വരും, സന്തോഷത്തിൻ്റെ സീസൺ വരും, നന്മയുടെ സീസൺ വരും, തിന്മയുടെ സീസൺ വരും, ലാഭത്തിൻ്റെ സീസൺ വരും, നഷ്ടത്തിൻ്റെ സീസൺ വരും. ഈ സീസണുകളിലെല്ലാം നമ്മൾ അതിനനുസരിച്ച് മാറുക എന്നൊരൊറ്റ ഓപ്ഷൻ മാത്രമാണ് അവിടെയുള്ളത്. അങ്ങനെ മാറാൻ തയ്യാറല്ലാത്തവരാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ശരീരത്തിന് എങ്ങനെയാണോ അഭ്യാസത്തിലൂടെ നമുക്ക് മെയ്വഴക്കം ഉണ്ടാക്കാൻ പറ്റുന്നത്, അതുപോലെ മനസ്സിനും അഭ്യാസത്തിലൂടെ വഴക്കമുണ്ടാക്കിയെടുക്കാൻ പറ്റും, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പറ്റുന്നൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങൂ. ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയില്ല. ചെറിയ ചെറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിൾ ആവാൻ പഠിച്ചുകൊണ്ട് മാത്രമേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. 6-മത്തെ കാര്യം, എല്ലാ ദിവസവും അവനവൻ്റെ പ്രോഗ്രസ്സിനെ കുറിച്ചും അവൻ്റെ നഷ്ടത്തെക്കുറിച്ചും കണക്കെഴുതി വെക്കുക. ഒരു ദിവസത്തെ ഞാൻ കടത്തിവിട്ടത് തൻ്റെ ജീവിതത്തിലേക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് എന്നുള്ളതിൻ്റെ കണക്കെഴുതി വെക്കുക. നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിൻ്റെ, നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെയും നിങ്ങൾ ചെലവഴിക്കുന്നതിൻ്റെയും കണക്ക് എഴുതി വെക്കണം. കണക്ക് എഴുതി വെക്കാതെ വരുമാനത്തെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾ ദാരിദ്ര്യത്തിലേക്ക് പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് പ്രോഗ്രസ്സിന് വേണ്ടി ജീവിതത്തിന് എന്തെല്ലാം നിങ്ങളൊരു ദിവസത്തിനകം നേടി, എത്ര ആളുകളോടൊപ്പമുള്ള ബന്ധമുണ്ടാക്കി, എത്ര സന്തോഷമുണ്ടാക്കി, എത്ര പ്രയത്നമുണ്ടാക്കി, പുതിയ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു, എന്തെല്ലാം ചലഞ്ചുകളെ നിങ്ങൾ അഭിമുഖീകരിച്ച് കടന്നുപോയി, എത്ര ആളുകളോട് ചില സിറ്റുവേഷനുകളിൽ ക്ഷമിക്കാൻ പറ്റി. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പലതരം നേട്ടങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ നിങ്ങളുടെ കൈവിട്ടു പോയ സംഭവങ്ങളുണ്ടാകും, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോയ സംഭവങ്ങൾ, നിങ്ങളുടെ തന്നെ നിയന്ത്രണം പോയ കാര്യങ്ങൾ, നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ നിയന്ത്രണം പോയ കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലാഭ നഷ്ടക്കണക്ക്. ഈ കണക്കുകൾ നിങ്ങൾ നിരന്തരം എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പരിശ്രമം ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിലൂടെ നിങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങും. ഈ 7-മത്തെ കാര്യം, ഓവർ തിങ്കിങ്ങിൽ നിന്നും രക്ഷപ്പെടുക. അവോയ്ഡ് ഓവർ തിങ്കിങ്. തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണോ? തിങ്കിങ് എന്നാൽ നിങ്ങൾക്ക് ഏതോ കാര്യത്തെക്കുറിച്ച് എന്തോ തീരുമാനമെടുക്കാനുണ്ട്, എന്തോ പറയാനുണ്ട്, ഏതോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതിനെക്കുറിച്ച് തീർച്ചയായും നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടാവും. ഇതാണ് തിങ്കിങ് എന്ന് പറയുന്നത്. എന്നാൽ ഓവർ തിങ്കിങ് എന്നാൽ എന്താണ്? അതേ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, തിരിച്ചും മറിച്ചും ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓവർ തിങ്കിങ്ങിലാണ്. നൗ യു ആർ ഇൻ ട്രബിൾ. ഇത്തരം ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു തരത്തിലുള്ള സൈക്കോളജിക്കൽ ടിപ്സുകളോ പരിഹാരങ്ങളോ നിങ്ങൾ തേടി നടക്കേണ്ട യാതൊരു ആവശ്യമല്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവുകയെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിന് പ്രത്യേകിച്ച് എൻഗേജ് ആവാൻ ഒരു കാര്യമില്ലാതെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഓവർ തിങ്കിങ് ഉണ്ടാവുന്ന ആ മൊമെൻറ്റിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടാക്കുക, മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുക, ഒരു ചേഞ്ച് വരുത്തുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുമ്പിൽ വേറെ ഒരാളെ കാണുകയും ആ വ്യക്തിയോട് സംസാരിക്കുകയോ മറ്റോ പോവുക. നിങ്ങളുടെ മനസ്സ് ഏത്
സിറ്റുവേഷനിൽ ഇരുന്നിട്ടാണോ ഓവർ തിങ്കിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ആ സിറ്റുവേഷനിൽ നിന്ന് വേഗമൊന്ന് മാറിപ്പോവുക, മാറി ചിന്തിക്കുവാനുള്ള ഒരു അവസരം നിങ്ങളുടെ മനസ്സിന് ഒരുക്കി കൊടുക്കുക. ഇതാണ് ഈ ഓവർ തിങ്കിങ്ങിൽ മാറാനുള്ള കാര്യം. അല്ലെങ്കിൽ രാവിലെ തന്നെ നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള 10 സബ്ജക്റ്റുകൾ എഴുതി ഒരു പേപ്പർ കഷ്ണം സൂക്ഷിക്കുക. നിങ്ങളുടെ ഓവർ തിങ്കിങ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ആ പേപ്പർ എടുക്കുകയും ആ പേപ്പറിൽ നിന്ന് ഏതെങ്കിലും പ്രധാനപ്പെട്ടൊരു കാര്യം വായിച്ചു നോക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. ഇത് നിങ്ങൾ ഏതെങ്കിലും മോട്ടിവേഷൻ പുസ്തകങ്ങളിൽ നിന്നോ വീഡിയോകളിൽ നിന്നോ മറ്റോ എഴുതി ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാവുന്നതും ആണ്. ഇനി 8ാമത്തെ കാര്യം, അക്സെപ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഏതു തരത്തിലുള്ള വ്യക്തിയാണ്, ഇത് ആദ്യം തന്നെ നിങ്ങളൊന്ന് അംഗീകരിക്കുക. അതായത് നിങ്ങളൊരു മടിയനാണെന്നിരിക്കട്ടെ, ഞാനതാ മടിയനാണെന്ന് അംഗീകരിച്ചു, അതുകൊണ്ട് അങ്ങനെ മടിയനായി ജീവിക്കുക എന്ന അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. ആദ്യം നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അംഗീകരിക്കുക, മനസ്സിലാക്കുക. നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ്, എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേടുവാനുള്ളത് കാരണത്താൽ ഞാൻ എന്നെ ഏത് രീതിയിലാണ് മാറ്റിയെടുക്കേണ്ടത് എന്നുള്ള തീരുമാനമൊക്കെ ആദ്യം നിങ്ങളെക്കുറിച്ച് അംഗീകരിച്ചാൽ മാത്രമേ ഇത് എടുക്കാൻ കഴിയുകയുള്ളൂ. ഒരു ഉദാഹരണം, നിങ്ങൾക്കൊരു അസുഖം വന്നു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് പനി വന്നു. ആ പനി മാറ്റിയെടുക്കണമെങ്കിൽ, ഡോക്ടറെ അടുത്ത് പോവണമെങ്കിൽ, മരുന്ന് കഴിക്കണമെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് അംഗീകരിക്കണം എനിക്ക് പനി വന്നിരിക്കുന്നു എന്ന്. അത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിലോ എല്ലാവരും പറയുന്നു നിങ്ങളോട് നിനക്ക് പനി വന്നിരിക്കുന്നു, ആശുപത്രിയിൽ പോയിക്കോ എന്ന് പറയും. പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ തേടുവാൻ കഴിയില്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളും. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് പൂർണ്ണമായി അംഗീകരിക്കുക. നിങ്ങളത് പച്ചക്ക് നിങ്ങളോട് പറയുക. ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുക. നിങ്ങൾക്കൊരു മടിയുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി, കണ്ണാടിയിൽ നോക്കി പറയുക, നീ ഒരു മടിയനാണ്, നിന്റെ മടി മാറ്റിയെടുക്കാതെ നിനക്ക് യാതൊരു രക്ഷയുമില്ല, അല്ലെങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇങ്ങനെ നമ്മൾ തന്നെ നമുക്ക് വാണിംഗ് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളെ തന്നെ അംഗീകരിക്കുന്നതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ശരിയാണോ, എനിക്ക് മനസ്സിലായിരിക്കുന്നു, ഞാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ എൻ്റെ ഹാബിറ്റുകൾ മാറ്റാതെ, എൻ്റെ ചിന്താഗതികൾ മാറ്റാതെ, എൻ്റെ പ്രയത്നം മാറ്റാതെ ഒരു കാര്യവുമില്ല, ഒരു രക്ഷയുമില്ല. എനിക്കിത് മാറ്റിയേ പറ്റൂ, എങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടാൻ കഴിയൂ. ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുക. ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങളെ വളരെയധികം ഇൻറ്റേർണലി മോട്ടിവേറ്റ് ചെയ്യും. മെൻ്റലി നിങ്ങൾ സ്ട്രോങ് ആയി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കഷ്ടതകൾ നിറഞ്ഞ സിറ്റുവേഷനിൽ മുന്നിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് പറയണം, സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണോ, സിറ്റുവേഷനെ മാറ്റുവാനുള്ള കഴിവ് എനിക്കില്ല, പക്ഷേ എനിക്ക് മാറ്റുവാനുള്ള കഴിവ് എനിക്കുണ്ടോ. സിറ്റുവേഷൻ എങ്ങനെ ആയാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയവരെല്ലാം അവനവൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റിയത് കൊണ്ടാണ് അങ്ങനെ പോയത്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നെ മാറ്റുവാൻ തയ്യാറാണ്. അത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്, അതിൽ കുറച്ച് സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ ആ സംഘർഷം അനുഭവിക്കാൻ തയ്യാറാണ്. ഞാൻ ആ പെയിൻ ഇഷ്ടപ്പെടുന്നു. ഇത് എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ഐ ലവ് പെയിൻ ബിക്കോസ് ഐ നോ ദാറ്റ് ടുഡേസ് പെയിൻ ഈസ് ടുമാറോ ഗെയിൻ. ഇത് നമ്മളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളൊരു വ്യായാമം ചെയ്യുകയാണെന്നിരിക്കട്ടെ, നമ്മൾ മസിലുണ്ടാക്കാൻ വേണ്ടി ജിമ്മിൽ പോയി പ്രാക്ടീസ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, നമ്മൾ ആദ്യത്തെ കുറച്ചു കാലം പ്രാക്ടീസ് മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്നതോ പെയിൻ മാത്രം. എന്നാൽ ആ പെയിൻ സഹിച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ
അതിനർത്ഥം കുറച്ചു കാലങ്ങൾക്ക് ശേഷം എനിക്കുണ്ടാവാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ റിസൾട്ട് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് പെയിൻ മാത്രമായിരിക്കും, സ്ട്രെസ് മാത്രമായിരിക്കും. ബട്ട് നോ പ്രോബ്ലം, ഞാൻ തയ്യാറാണ്. ഈ സ്ട്രെസ് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ഇങ്ങനൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ എടുക്കണം. ജീവിതത്തിൽ വിജയം കൈവരിച്ചവരോടൊക്കെ നമ്മൾ ചോദിച്ചു നോക്കൂ, അവർ സ്ട്രെസ്സിനെ ഭയപ്പെട്ടിരുന്നോ? അവർ സംഘർഷങ്ങളെ ഭയപ്പെട്ടിരുന്നോ? ഒരിക്കലും ഉണ്ടായിരിക്കില്ല. സംഘർഷങ്ങളെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന്, മാനസികമായ സ്ട്രെസ്സിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന് ഒരിക്കലും വളരുവാൻ സാധിക്കുകയില്ല. വളരുന്നൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി തന്നെ വരും. നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. എത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ മലർന്നു കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് കമിഴ്ന്നു കിടന്ന അവസ്ഥയിലെത്തിയത്. എത്രയധികം കഷ്ടപ്പെട്ടാണ് മുട്ടുകുത്തി നിൽക്കാൻ പഠിച്ചത്. എത്രയധികം തവണ പരിശ്രമിച്ചും കഷ്ടപ്പെട്ടും പരാജയപ്പെട്ടുമാണ് നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ പഠിച്ചത്. ഈ സമയത്തൊക്കെ നമ്മൾ ആ വേദനകൾ, വീണപ്പോൾ അനുഭവിച്ച വേദനകൾ സഹിക്കുവാൻ തയ്യാറല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് എഴുന്നേറ്റ് നടക്കുക പോലുമില്ലായിരുന്നു. നമ്മൾ അതെല്ലാം സഹിക്കുവാനുള്ള മെൻറ്റാലിറ്റിയുള്ള വ്യക്തിയായിരുന്നു. നിങ്ങൾ അങ്ങനെയുള്ളൊരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എഴുന്നേറ്റ് നടന്നത്. ചെറുപ്പത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ആ മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ നൈസർഗികമായ ജന്മന കിട്ടിയ സ്ട്രെങ്ത്തിനെ എവിടെയോ മറന്നു വെച്ചിരിക്കുകയാണ്. തിരിച്ചു കൊണ്ടുവരൂ. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് അവനവനെ തന്നെ ശാസിക്കൂ. പെയിൻ സഹിക്കുവാനുള്ള ശക്തിയുള്ളവരായി മാറ്റൂ. എന്നിട്ട് പരിശ്രമമാരംഭിക്കൂ. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. മെൻ്റലി സ്ട്രോങ് ആവുവാൻ വേണ്ടി കൃത്യമായി നിങ്ങൾ പാലിച്ചിരിക്കേണ്ട 1-2 കാര്യം കൂടി ഒറ്റവാക്കിൽ നിങ്ങൾക്ക് സൂചിപ്പിച്ച് തരാം. ഒന്നാമത്തെ കാര്യം, മെൻ്റലി സ്ട്രോങ് ആവണമെങ്കിൽ ആളുകളോട് മിതമായി മാത്രം സംസാരിക്കുക. അമിതമായി സംസാരിക്കും തോറും നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ട് എങ്കിൽ അത് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. എൻ്റെയോ അത് കേൾക്കുന്ന വ്യക്തിയുടെയോ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം, മെൻ്റൽ സ്ട്രെങ്ത് ആവുന്ന ഒരു വ്യക്തി എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആവരുത്. എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക, കുറിച്ചുകൊണ്ടിരിക്കുക, ഈ സ്വഭാവം ഉണ്ടായിരിക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം കൃത്യമായ ചിട്ട കൊണ്ടുവരിക. അടുത്ത കാര്യം, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി കൃത്യമായി തൻ്റെ ഉറക്കത്തെ ബാലൻസ് ചെയ്യുക. കൃത്യമായ സമയത്ത് ഉറങ്ങുക. ആവശ്യത്തിനുള്ള ഉറക്കം നിർബന്ധമായിട്ടും ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ രാവിലെ നേരത്തെ ഉണരുവാൻ ശ്രമിക്കുക. അടുത്തൊരു കാര്യം, മെൻ്റലി സ്ട്രോങ് ആയ വ്യക്തി ഏതെങ്കിലും തൻ്റെ ഉള്ളിൽ ഒരു സാധനം വാങ്ങണം എന്ന് തോന്നുമ്പോഴേക്ക് അത് വാങ്ങാൻ പോവാതിരിക്കുക. അങ്ങനെ ഇഷ്ടം കൊണ്ട് സാധനങ്ങൾ വാങ്ങുന്ന, പണം ചിലവാക്കുന്ന ശീലം ഉപേക്ഷിക്കുക. ഒരാവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളത് വാങ്ങാം. പക്ഷേ ഒരാഗ്രഹം വന്നതുകൊണ്ട് ഒന്നും തന്നെ വാങ്ങരുത്. ആ ആഗ്രഹത്തെ തൽക്കാലം തടഞ്ഞു വെക്കുക. മറ്റൊരു കാര്യം, മെൻ്റലി സ്ട്രോങ് ആയൊരു വ്യക്തി തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ, തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, എൻ്റെ സമയം നശിപ്പിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് മുന്നിൽ നിന്ന് സമയം കളയൂല. ഞാൻ അതിനില്ല, എനിക്കതിനാവില്ല എന്ന് തുറന്നു പറയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് വീണ്ടും വർദ്ധിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 1 മാസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കാണാൻ തുടങ്ങും. 1 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ തന്നെ മാറിയിട്ടുണ്ടാവും. എല്ലാവരും ഈ ആശയങ്ങൾ മനസ്സിലേക്ക് ശക്തമായി ഉൾക്കൊള്ളുക. ജീവിതത്തിൽ ഇതിനെ പ്രായോഗികമാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മെൻ്റലി സ്ട്രോങ് ആയി മാറുക. എല്ലാവരുടെയും ഭാവി ശോഭനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.